നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾ മറക്കണ്ട. നെഗറ്റീവായ ഒരു കാര്യവും അതിൻ്റെ പിന്നിൽ പോകാൻ ഈ പാർട്ടി തയ്യാറില്ല. ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് മുഴുവൻ കാര്യത്തെയും കാണുന്നത്, പ്രവർത്തന റിപ്പോർട്ട് ഉൾപ്പെടെ. നിങ്ങൾ അതിൻ്റെ അകത്ത് വിഷം കലക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങൾ ചേർത്ത് വെച്ചാൽ ആ ചേർത്ത് വെച്ചതിൻ്റെ പുറകെ ഞങ്ങൾ പോകുമെന്നും അതിൻ്റെ മാനസികമായ സമ്മർദ്ദത്തിലായിരിക്കും ഞങ്ങളെല്ലാം ഉണ്ടാകുമെന്ന് നിങ്ങൾ ധരിക്കണ്ട. പോസിറ്റീവായ നിലപാടിൻ്റെ ഒപ്പം നിന്ന് നെഗറ്റീവായിട്ട് വരുന്ന എല്ലാറ്റിനെയും തള്ളി ഈ പാർട്ടിയും പ്രസ്ഥാനവും മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. നിങ്ങളുടെ അജണ്ടക്ക് നിന്ന് തരാൻ ഞങ്ങളില്ല എന്ന കാര്യം ഞാൻ പല പ്രാവശ്യമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. അത് വീണ്ടും ആവർത്തിക്കുക. ആ 10 സമ്മേളനം തന്നെയല്ലേ തീരുമാനിക്കുക. അത്രയൊന്നും മണിക്കൂറിലല്ലോ, വളരെ ചുരുക്കം മണിക്കൂറിലേ ഉള്ളൂ. കാത്തിരുന്നില്ല. സംസ്ഥാന ഇല്ല, വ്യക്തിപരമായ ഒരു പരാമർശം പോലും ഉണ്ടായിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് സംസ്ഥാന സെൻറ്റർ, സംസ്ഥാന സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടേറിയറ്റ്, സംസ്ഥാന കമ്മിറ്റി മെമ്പർ ഉൾപ്പെടെയുള്ള എല്ലാം ചർച്ച ചെയ്തില്ല. പിന്നെ എന്ത് സമ്മേളനമാണെന്നും പിന്നെ അത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അതൊക്കെ എല്ലാ കാലത്തും ഉള്ളത് തന്നെയാണ്, ഇനിയും അതിന് ഉണ്ടാവും. അതുകൊണ്ട് പദവിയോ പ്രശ്നമൊന്നുമല്ല കാര്യം. പാർട്ടി സംഘടനക്കകത്ത് ഉടനീളം നല്ല രീതിയിലുള്ള ആരോഗ്യകരമായ ചർച്ച നടന്നിട്ടുണ്ട്. ആ ചർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുക. അതെല്ലാം കഴിഞ്ഞ് ഇന്ന് വൈകുന്നേരം മറുപടി പറയുമ്പോഴാണ് അതെല്ലാം വ്യക്തത വരിക. ആ വ്യക്തതയോടുകൂടി നാളെ പിണറായിയുടെ കൂടി മറുപടിക്ക് ശേഷം അംഗീകരിച്ച് കൃത്യമായിട്ട് സമ്മേളനം പ്രവർത്തന റിപ്പോർട്ട് അംഗീകരിക്കും. തുറന്ന് അത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെയാണ്. അസൽ നികുതിയിൽ അവിടെ നോട്ടെ ചില പത്രം എഴുതിയല്ലോ, അത് അങ്ങനെ അത് ഒരനിശ്ചിതത്വമില്ല. അനിശ്ചിതത്വമില്ലെന്ന് ഞാൻ ഓർക്കുക. അത് നെഗറ്റീവാണല്ലോ. അതാ ഞാൻ പറഞ്ഞ ഒരു അനിശ്ചിതത്വമില്ല. ഗവൺമെൻറ്റിനെയും അതുപോലെ തന്നെ നല്ല മെച്ചപ്പെട്ട ഗവൺമെൻറ് എന്ന രീതിയിലാണ് വിലയിരുത്തിയിട്ടുള്ളത്. മെച്ചപ്പെട്ടതാണ്. അതിനേക്കാളൊക്കെ വളരെ ശക്തിയായി മുന്നോട്ടേക്ക് പോയിട്ടുണ്ട്. അന്നത്തെ ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിന് ബദലായിട്ട് വന്ന ഗവൺമെൻറ്റാണ്. ഇന്നാണെങ്കിൽ പിണറായിയുടെ 1ാമത്തെ ടേം കഴിഞ്ഞ് 2ാമത്തെ ടേം വന്നിട്ടുള്ളതാണ്. ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നവകേരള നയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് അതുകൊണ്ട് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചു എന്ന് തന്നെയാണ് കാണുന്നത്. നാളെ കഴിഞ്ഞതിന് ശേഷം പറയാം. പത്രസമ്മേളനം പേര് കുന്നാംകുളത്താണെന്നുള്ള കാര്യം ഞങ്ങൾ എന്തായാലും പത്രസമ്മേളനം നടത്തും നാളെ. അപ്പോൾ അവസാനിപ്പിക്കല്ലേ? ഇല്ല, ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾക്കാകെ നവകേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ള നേട്ടം ഉണ്ടാക്കാനാവണം എന്നാണ്. അല്ലാതെ ഒരു വിഭാഗത്തിൽ മാത്രം എന്നുള്ളതല്ല. പക്ഷെ ഊന്നൽ ഏറ്റവും പിന്നിൽ നിൽക്കുന്ന സാധാരണ ജനജീവിതവുമായിട്ട് ബന്ധപ്പെട്ട അടിസ്ഥാന വർഗങ്ങളുടെ വളർച്ചയാണ് ഊന്നൽ. പക്ഷേ അവിടെ മാത്രം നിൽക്കില്ല, എല്ലാവർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ ലഭിക്കത്തക്ക രീതിയിലാണ്.